മേഘ നായർ നായറിൻ്റെ ഒരു പോസ്റ്റിനകത്ത് കുറേയധികം ആളുകൾ ഇന്ന് തന്നെ മെൻഷനാക്കി. ഞാൻ നോക്കുമ്പോൾ ആ വിഷയം ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ മാത്രം സംസാരിച്ച് നിർത്തിയൊരു വിഷയമാണ്. കണ്ടിന്യൂസ്ലി പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന അറ്റാക്കിൻ്റെ ഒരു ബേസ് എന്താണെന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് ഇവന്മാരെന്നെ കെട്ട് പിടിച്ചിട്ട് എൻ്റെ പൊന്നെ ഞാൻ ഈ ലോകത്തിൽ എന്തോ വലിയ കുറ്റവാളിയാണ്, മറ്റേ ഒളിഞ്ഞു നോട്ടക്കാരനാണെന്നൊക്കെ ആയിട്ടാണ് സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ടൈം പ്രൂവ് ചെയ്തു ഞാൻ എന്താണെന്നുള്ളതും എന്നെക്കുറിച്ച് പറഞ്ഞവരെന്താണെന്നുള്ളതും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ മേഘ ഇങ്ങനൊരു പോസ്റ്റ് എഴുതിയിട്ടൊരു പോസ്റ്റ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. ഈ ഒരു പോസ്റ്റിനടിയിൽ എന്നെ കൊടുന്ന് മെൻഷൻ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്നെ മെൻഷൻ ചെയ്തവരൊന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം, വോട്ടെവർ. ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം ക്ലിയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു ഡിസിഷൻ എടുത്തു, ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ്റെ മുകളിൽ പിന്നെ മാനിപ്പുലേഷൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഞാനൊരു ഡിസിഷൻ എടുത്തതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തി അതിൽ എത്രത്തോളം സഫറിങ് ഉണ്ട്, അയാൾ സഫർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇത്തിരി വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളുടെ മുന്നിലേക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിക്കും കൂടി ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ബെയർ മിനിമം മാന്യതയാണ്. അത് കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇൻഫ്ലുവൻസർ കോണ്ടൻറ് ക്രിയേറ്ററായ മേഘ നായരോട് പറയാനുള്ളത്. മേഘ ഇതിനു മുമ്പൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു, അതിലേക്ക് വരാം. ഇന്നിട്ട പോസ്റ്റ്: ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയുണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിനു എൻ്റേതായ കാരണങ്ങളുണ്ട്. അതെനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കണ്ട. ഇങ്ങനൊരു സാധനം എഴുതിയിട്ട്, അപ്പോൾ ഈ ലാസ്റ്റ് വരി സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തികൾ പലതും പറയും, വിശ്വസിക്കണ്ട എന്നുള്ളത് അത് എന്നോടല്ല, എന്നെയല്ല. അത് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. എനിക്ക് ഈ പെൺകുട്ടിയായിട്ട് നോ ലേനാദേന, എനിക്ക് ഈ കുട്ടീനെ ഒരു പിടുത്തമില്ല. അന്നൊരു വട്ടം കണ്ടു കല്യാണത്തിന് എന്നല്ലാതെ പിന്നെ ഞാൻ ഈ കുട്ടീനായിട്ട് ഇനി ഒരു അറിവില്ലടി. ഇതിപ്പോൾ ഇവർ എഴുതിയിടാണ്ടായ വിഷയം ഇവരുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ളൊരു വ്യക്തി, ഓക്കെ, ഈ കുട്ടിയുടെ അച്ഛനായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത വോയിസും അയാൾ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തതും അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പെൺകുട്ടി ഇത് എഴുതിയിട്ടുള്ളത്. ആ വ്യക്തി അത് ചെയ്യാനുണ്ടായ കാര്യവും കാരണം എന്താണെന്നുള്ളത് ആ വ്യക്തിയുടെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം, ഓഡിയോ പ്ലേ ചെയ്യാം. അപ്പം അത് ആ കൂട്ടത്തിൽ സംസാരിക്കാം. ഈ കുട്ടി തന്നെ വേറൊരു പോസ്റ്റായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻ മൈ ഫാദേഴ്സ് ഹോം എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ചെങ്ങന്നൂർ @ചെങ്ങന്നൂർ. ഈ പോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി തന്നെ വിഡ്രോ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റ് ചുറ്റിപ്പറ്റിയിട്ടും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു മാനിപ്പുലേഷൻ കഥ ഇവിടെ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടന്നതും. ഈ കഥ കാരണം അല്ലെങ്കിൽ ഈ മാനിപ്പുലേഷൻ ആളുകളിലേക്ക് ബ്രേക്ക് ആയില്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തിയെ, അയാളുടെ ഫാമിലിയെ വളരെ മോശമായ രീതിയിൽ സൊസൈറ്റി തെറ്റിദ്ധരിക്കും എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഓക്കെ, ഓൾറെഡി നിങ്ങൾ നല്ല പണി കൊടുത്താൽ പോയെ, കൂട്ടത്തിൽ ഇതുപോലുള്ള ഒരു മാനിപ്പുലേഷൻ കൂടി നടത്തിയിട്ട് അയാളുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അയാളുടെ ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ വീണ്ടും സ്ട്രഗിളിലേക്ക് കൊണ്ടുപോയി ഇടുന്നത് മോശം പരിപാടിയാണ്. ഓക്കെ, ഇനി ഇതൊരു വീഡിയോ ചെയ്തത് ഞാൻ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നവരോട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞും ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് വീഡിയോ പൊട്ടിക്കാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ചാനലുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഒരു ന്യൂസ് ചാനൽസ് അടക്കം എടുത്തു കൊണ്ടുപോയി ചെയ്യുന്ന ടോപ്പിക്ക്. ഇനി ഇത് കാണേണ്ടവൻ ഇവിടെ നിന്നാൽ മതി, കാണാൻ താല്പര്യമില്ലാത്തവരാരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ മൂവ് ഓൺ. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ താല്പര്യം. ഇനി
ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി ഇവരുടെ ഫാമിലി ഫ്രണ്ട്, ഈ കുട്ടിയുടെ അച്ഛനായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തി, ഈ വ്യക്തിയുടെ വോയിസ് ആദ്യം ജിനൂസ് വ്ലോഗിൽ ജിനുവിനായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് പുറത്തു വരുന്നത്. ആദ്യം അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലമാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നേ. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ ചിലർക്കൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാവും. ആക്ച്വലി ഇതൊരു ലോങ് വോയിസ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ. ഈ മേഘ നായർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, അച്ഛൻ്റെ വീട്ടിലാണ് ചെങ്ങന്നൂരാന്ന് പറഞ്ഞിട്ട്. പല നെറേറ്റീവ്സും വരുന്നു. ആരുടെ കൂടെയാണോ അങ്ങോട്ട് ഓടിപ്പോയത് അവനെ ഒഴിവാക്കി തിരിച്ചിവിടെ എത്തി, പിന്നെ ഒരു നാടകം ലൈനാണ്. അല്ലെങ്കിൽ വേറൊരു നെറേറ്റീവ് വന്നു, ഈ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഈ ബസ് തൊഴിലാളി, ഇയാളെ ഹയർ ചെയ്തതാണ് ഈ മേഘയുടെ അച്ഛൻ. അയാൾ വഴി പൈസ കൊടുത്ത് കാറിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിപ്പിച്ച് ഇത് ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നല്ല, അയാളായിട്ട് ബന്ധമില്ല. അങ്ങനെ പല സാധനങ്ങളും. മനസ്സിലായോ? അത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആരുടെ അടുത്തു നിന്നാണോ ഈ പെൺകുട്ടി ഓടി വന്നത്, ആ വ്യക്തിയുടെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ആ വ്യക്തിയുടെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൊത്തം ഫാമിലിയിൽ എന്തോ പ്രശ്നമുണ്ട്. ഇത് സ്വന്തം ഫാമിലിയിൽ പറയാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇതുവരെ ആരും അതിലൊരു തീരുമാനം ഉണ്ടാക്കിയില്ല. മനസ്സിലായോ? ബ്ലെയിം ഗെയിം ചെയ്യരുത്, പരസ്പരം കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടും ഒരു തരം മാനിപ്പുലേറ്റ് ചെയ്ത ഒരു നറേറ്റീവ്. അതായത് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് ഒരാളെ ഉപയോഗിച്ചത് മാത്രമാണ് ആ ഒരു ബസ് തൊഴിലാളി, അല്ലാതെ അയാളൊപ്പം ഒളിച്ചോടി പോയതല്ല, അല്ലെങ്കിൽ ലൈഫ് ഇതാക്കാൻ വേണ്ടി പോയതല്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഒരു നറേറ്റീവായിട്ട് ഇവിടുത്തെ ന്യൂസ് ചാനലിൻ്റെ ബൈറ്റിലടക്കം വന്നു പോവുകയാണ്, റൈറ്റപ്പിലടക്കം വന്നു പോവുകയാണ്. അതുവരെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇവരുടെ കുടുംബത്തിനുമായിട്ട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന, ഇവരുടെ അച്ഛൻ്റെ ലീഗൽ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി വന്നിരുന്നു പറയുന്നത്. സോ അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ എന്തിനു ചെയ്യണം?
നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യം വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തിലും അയാളുടെ ജീവിതത്തിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഒരു ഞാൻ ആദ്യത്തെ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാന്യമായ രീതിയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ചെയ്യേണ്ട കാര്യം. പിന്നെ വീട്ടുകാർ ഇതിനകത്തപ്പോൾ ഏത് വീട്ടുകാരെ ബ്ലെയിം ചെയ്യണം? ഒരു മകൾക്ക് ഒരു വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്ന് ആ മകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ മകൾക്ക് ആ വീട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ മകൾ പറയുമ്പോൾ, ചട്ടിയും കലവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്തായി? കൊട്ടുകൊണ്ടത് ഏത് ചട്ടിക്കാ? തട്ട് കിട്ടിയത് ഏത് കലത്തിനാ? ഇങ്ങനൊരു ചോദ്യം വരില്ലേ? പിന്നെയെന്ന് പറഞ്ഞാൽ പബ്ലിക് ലൈഫുള്ള ആളുകളാണ്, പ്രൈവറ്റ് ലൈഫല്ല, പബ്ലിക് ലൈഫുള്ള ആളുകളാണ്. ഈ പബ്ലിക് ലൈഫുള്ള ആളുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്ന് ഇച്ചി തുമ്മിയാലടക്കം അത് കാണാനും കേൾക്കാനും 10 ചെവിയും കണ്ണുകളും ഉണ്ടാവും. അതങ്ങനെ 10 ഉള്ളത് 1000 ആവും, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് ചെല്ലും. അതിനെക്കുറിച്ചൊരു മിനിമം ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരും ഇവരും എന്ത് ചെയ്യും? മാന്യമായ ഒരു സെറ്റിൽമെൻറ്റ് നടത്തി വളരെ മാന്യമായിട്ട് എന്ത് ചെയ്തു പോകും? ഡിവോഴ്സും മേടിച്ച് പോകും. എന്നിട്ടും നിന്നില്ല, എന്നിട്ടും ഈ മാനിപ്പുലേറ്റീവ് സ്റ്റോറി കൊണ്ടുവരുന്ന ആ ഒരു സ്ഥലത്താണ് ഈ വ്യക്തി കയറി ക്രോസ് ചെയ്യുന്നത്, ഈ ഓടിയൊട്ട വ്യക്തി. കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല, അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുവാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. വീട്ടിൽ മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയല്ലെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. ഈ പറയുന്ന റീസൺസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ വ്യക്തി വിളിച്ച് സംസാരിച്ചതും പറഞ്ഞതും ഒക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഈ റീസൺസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, നിങ്ങൾക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്വയം അത് സഫറിങ് ആണെന്ന് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നും അല്ല. ഇപ്പോൾ പലർക്കും കുടുംബജീവിതത്തിൽ ഈ വിഷയങ്ങളുള്ളതാണ്. ആണുങ്ങളെ സൈഡ് പ്രത്യേകിച്ച് ചിന്തിക്കണം. ഞാനൊരു ആണായതുകൊണ്ട് ഒരു ആണിൻ്റെ വശം വന്നിരുന്ന് പറയുകയാണ്. ഓക്കെ, ഇതിലിനി ആരിന്നെ എതിർത്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. എനിക്കിവിടെ സംസാരിക്കുമ്പോൾ ഒരു ആണിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കാനേ എനിക്ക് കൂടുതൽ പറ്റുന്നത്. ഞാൻ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരു കുടുംബത്തിലേക്ക് നമുക്കൊരു ഭാര്യ വന്നു, നമുക്കൊരു കല്യാണം കഴിഞ്ഞ് നമ്മളൊരു കുട്ടിയെ കൊണ്ടുവന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. ശരിയാണ്, നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യണം, ഓരോന്നും ചെയ്തു കൊടുക്കണം. ലൈഫ് ലോങ് അതൊരു കമ്മിറ്റ്മെൻ്റാണ്, അത് ചെയ്യാനും റെഡി ആയിരിക്കും. പക്ഷെ ആ കമ്മിറ്റ്മെൻറ്റ് ഇവിടെ നിൽക്കുമ്പോഴും നമ്മളെ ജനിപ്പിച്ചവരോടുള്ള നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ പല പ്രശ്നങ്ങളും അച്ഛനമ്മമാരോടുള്ളവരുണ്ടായിരിക്കാം, വാട്ട് എവർ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മളെ ജനിപ്പിച്ച പാരൻസിന് നമുക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മളെ ഒപ്പം ഇവരാണ് ഇനി ലൈഫ് ലോങ് ഉള്ളത്, അതുകൊണ്ട് ഇവരിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ന്യായമാണോ? അങ്ങനെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെയ്തവർ അവരാലോചിക്കണം അവർക്കൊരു കർമ്മം ഇനി ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളത്. കാരണം അവരും ഇതേ പോലെ ഒരു കുടുംബത്തിൽ അച്ഛനാവും, അവർക്ക് മക്കൾ വരും, ആ മക്കൾക്ക് വേറൊരാൾ പുറത്തുനിന്ന് വരും പാർട്ട്ണറായിട്ട്. ലാസ്റ്റ് അവരങ്ങനെ പോകുമ്പോൾ ഇവരിത് സഫർ ചെയ്യുന്ന അവസ്ഥ വരും. ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇട്ടിട്ട് പോകുക, അല്ലെങ്കിൽ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ ആംബിയൻസ് പറ്റിയില്ലെങ്കിൽ സ്ത്രീകൾ പലരും ആവശ്യപ്പെടുന്നതാണ് ഇവിടുന്ന് മാറി താമസിക്കണം. ഓക്കെ, സോളിഡായി വാലിഡായിട്ടുള്ള റീസൺസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? ചിലപ്പോൾ 2 കുടുംബങ്ങളും ഇടപെടും, അല്ലെങ്കിൽ അതാണ് മനസ്സിലാക്കും. ഇനി മനസ്സിലായില്ലെങ്കിൽ അത് കുടുംബക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിനകത്ത് ഏത് രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇതിനകത്തില്ല. പക്ഷെ ഇത്രയും ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാമല്ലോ, ഇത് ഇനി ഈ വ്യക്തിയോടൊന്നല്ല ആരോടാണെങ്കിലും ഒരു സൈഡിൽ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അത് പറയും തോറും സഫർ ചെയ്യുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാത്ത ആളാണ് എന്നുള്ളതിൻ്റെ ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതാണ് ശരിക്കും വേണ്ടിയിരുന്നത്. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ ഒരു മാനിപ്പുലേഷൻ കൊണ്ടുവച്ച്
അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതൊക്കെ ഡിസ്കഷനിൽ വരാൻ കാരണം എന്താ? ഇതൊന്നും ആരും പോയിട്ട് സ്പൈ വർക്ക് ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നല്ലോ. ഈ ലേഡി എന്നെ പോസ്റ്റ് ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഈ ലേഡി എന്നെ ഇന്ന് രാവിലെ വന്നിട്ട് എഴുതിയിടുന്നു, താളിയോലയിൽ എഴുതിയിടണം, അതിലിങ്ങനെ ഒരു കൂട്ട് എഴുതിയിട്ടുണ്ട്. സോ അവർ തന്നെയാണ് അത് പബ്ലിക്കിൽ ഇടുന്നത്. കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല, അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ അനുവുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനുവിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ശത്രുവായിട്ട് പോലും മാറി അവരുടെ മുമ്പിൽ. ആ കേസിന് വേണ്ടി ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എന്നെ അടക്കം ഉള്ള മലയാളികളെ പൊട്ടന്മാരാക്കുന്നത് ഞാൻ സഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞത്. മേഘ ഒളിച്ചു പോയത് തന്നെയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അനുവിൻ്റെ കൂടെ തന്നെ പോയി. ഈ പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാമോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോൾ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്തത്, ഈ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? ഈ വ്യക്തി പുറത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയാനുണ്ടായ റീസണിലേക്കാണ് കേട്ടോ ഈ വ്യക്തി പറയുന്നത്. അതായത് ജിനുവിനോട് സംസാരിച്ചപ്പോൾ പലർക്കും ഉണ്ടായിരുന്നൊരു സംശയമുണ്ട്, എന്തിനാണ് ഇയാളിപ്പോൾ ഇത് വന്ന് പറഞ്ഞതെന്നുള്ളത്. പക്ഷേ ഈ വ്യക്തി ഇതിൽ പറയുന്നു, ഇവർ ഈ ഒളിച്ചോടിയതിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഒളിച്ചോടിയതല്ല അച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ് എന്നുള്ള രീതിയിൽ മീഡിയയ്ക്കടക്കം ഫണ്ട് ചെയ്ത് മാറ്റിച്ച ഒരു കാര്യം. ഓക്കെ, അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഹോൾഡ് ഉപയോഗിച്ച് അവർ ആ രീതിയിൽ ആ സാധനം ചെയ്തപ്പോൾ, അഗെയിൻ ഞാനതാ പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈഡിലൊരു മനുഷ്യനുണ്ട്. അയാൾ എങ്ങനെയോ സ്ട്രഗിൾ ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു വരാൻ നോക്കുന്നൊരു സ്റ്റേജ്. അയാളെ ഏതെങ്കിലും രീതിയിൽ പല മാനിപ്പുലേഷൻസും കാരണം അല്ലെങ്കിൽ ചെയ്തിട്ടൊക്കെ ആ മനുഷ്യന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഒരുമാതിരി അത് ചില ആളുകൾ ചിന്തിക്കൂടെ, ചില ആളുകൾ ചിന്തിക്കുമല്ലോ, അത് രണ്ട് സൈഡ് എന്തായാലും കേൾക്കാം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് വരികയാണ്. ഇതങ്ങനെ ഓടിപ്പോയതല്ല, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതാ, എന്തുകൊണ്ട്? ആ വീട്ടിലെ ഉപദ്രവം കൊണ്ട്. അത് വീണ്ടും പൊന്തി വരുന്ന ഒരുത്തനെ അടിച്ചിടുന്ന പരിപാടിയല്ലേ. അത് കണ്ടപ്പോൾ ഈ വ്യക്തി റിയാക്ട് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ഇയാൾക്കത് മനസ്സിലായതുകൊണ്ട് ഈ വിഷയത്തിൽ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായതുകൊണ്ട് ഈ വ്യക്തിക്ക് അടക്കം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു നറേറ്റീവ്, ആ ഒരു സാധനം ഇയാൾ വന്ന് പബ്ലിക്കലി പറഞ്ഞ് അത് ബ്രേക്കായി, ആ നറേറ്റീവ് ബ്രേക്കായി. ഒളിച്ചോടിയതല്ല, അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്, അതിന് സഹായിച്ചതാണ് ഈ ബസ്സിൻ്റെ അനൂപ്, എന്താ അതിൻ്റെ പേര്, ബസ് തൊഴിലാളി എന്നുള്ള നറേറ്റീവ് ഇയാൾക്കടക്കം, ഒപ്പം നിന്ന ആൾക്കടക്കം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ സാധനം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എന്ത് വന്നേ, ആ മുഴുനീള സാധനം വന്നത്. ഞാൻ ഉപേക്ഷിച്ച് പോവില്ല, ഞാൻ പോയ ആളൊപ്പം തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഇനി മറുനാടനിലും എഗെയിൻ ഈ സാധനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറുനാടനിൽ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇയാൾ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ, അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നുള്ളൂ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖില് പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവള് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവള് അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കുകയെന്നൊക്കെയാ മേഘ പറയുന്നത്. എന്നിട്ട് ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ. മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു
അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെ എല്ലാം ഇവര് വിട്ടികളാക്കി. അഖിലിനെതിരെ കേസ് കൊടുക്കാൻ പോവാ. അത്ര എന്തിന്? ഒരാളെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാന്യതയും കാണിക്കാതെ ഇറങ്ങിപ്പോയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ഇത് ഇനി എങ്ങനെ സഫർ ചെയ്യും, അതൊരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും പബ്ലിക്കായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 10 ആളെ അറിയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്തൊരു മിനിമം മാന്യത കാണിക്കാതെ, ഇപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ആൻഡ് നിങ്ങൾ തമ്മിലൊരു ടേംസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ പിന്നെ അയാൾക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ ഫാമിലീനെ ബ്ലെയിം ഗെയിം ചെയ്യുന്നു. വൈ? അതാ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പം സംസാരിക്കണം തോന്നിയത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. തെറ്റ് ചെയ്ത ആളുകൾ ആ തെറ്റിനെ വെളുപ്പിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഭയങ്കരമായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് പല രീതികളും ഓപ്റ്റ് ചെയ്യുക. മീഡിയാസിനെ ഹയർ ചെയ്യുക, പോസ്റ്റുകൾ ന്യൂസ് ചാനലുകളിൽ ഇടുക, അതങ്ങനെ ഓടിപ്പോയതേ അല്ല എന്നുള്ളതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ആ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യുമ്പോൾ അത് കുറച്ച് മോശമായ കാര്യമാണ്. പോയാൽ പിന്നെ പുഴ ഒഴുകി പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ തിരിച്ച് അപ്പുറത്ത് പോയി കുത്താനോ അല്ലെങ്കിൽ അത് വെളുപ്പിക്കാനോ നടക്കേണ്ട കാര്യമില്ല. പോയാൽ പുഴ ഒഴുകി വിട്ടു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും വരുന്നില്ല. നിങ്ങൾ പറയാത്തിടത്തോളം കാലം, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അറിയിക്കാത്തിടത്തോളം കാലം വേറൊരാൾ വന്ന് എത്തി നോക്കുന്നില്ല ഇവിടെ. ഓക്കെ, ഇവിടെ പല മാന്യമുഖങ്ങളും വന്നിരുന്ന് പറയാറെന്താണെന്ന്, ലൈക്ക് ഞങ്ങളാരും ഇതൊന്നും ചെയ്യാറില്ല, ഞങ്ങൾ അങ്ങനെ കാണിക്കാറില്ല, അങ്ങനെയൊക്കെ പല ഫേക്ക് ഫേസസും വന്നിരുന്ന് പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ കാണും കേൾക്കുകയൊക്കെ ചെയ്തു. അവരൊക്കെ ഓരോ സാഹചര്യത്തിലും ആരുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ കണ്ടൻറ്റുകളിലൂടെ പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എടുത്തു വെച്ച് ചെയ്യാൻ. കാരണം ഒരു റിയാക്ഷൻ ചാനൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അടിക്കാൻ കിട്ടിയൊരു ചാൻസ് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നെ തരം പാത്തിരുന്ന കുറച്ച് കമ്മികളും ഞാൻ പണ്ട് കണ്ടൻറ്റ് ചെയ്ത് എന്നോട് ദേഷ്യമുള്ളവരൊക്കെ നമ്മളെ തലയിൽ കൊടുന്നിട്ട് തന്നു ആ സാധനങ്ങൾ. എൻ്റെ തലയ്ക്കാണ് വെച്ച് തന്നു. ഞാനാണ് ഇത് പാൻ ഇന്ത്യൻ റീച്ച് ആക്കിയെന്നൊക്കെ ഉള്ള രീതിയിൽ. എടീ, ഞാൻ അന്നും ഇന്നും സംസാരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഒരു വ്യക്തി ഇതിൽ സഫർ ചെയ്യുന്നുണ്ട്, ആ വ്യക്തിക്ക് ഒരു മാന്യത അയാൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അയാൾ മാനിപ്പുലേഷൻസ് ചെയ്തിട്ടില്ല. അയാളത് മാനിപ്പുലേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രയോ ഉപയോഗിക്കുമായിരുന്നു. എത്രയോ മീഡിയാസ് കയ്യിലുണ്ട്, എത്രയോ ആൾക്കാരറിയാം. ആ വ്യക്തി എന്നാലും പോട്ടെ വിട്ടോ കഴിഞ്ഞു എന്ന് പറഞ്ഞു പോയ ഒരാൾ രണ്ടാമത് ലൈഫിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിനെ ഇതുപോലെ മീഡിയ മാനിപ്പുലേഷൻ ഉപയോഗിച്ച്, ഇല്ല ഇത് ഓടിപ്പോയതല്ല, ഇത് ജസ്റ്റ് അച്ഛൻ്റെ വീട്ടിൽ പോയതാ, അതിന് കാരണം അപ്പം തന്നെ ചിന്തിക്കും. കാരണം പുറത്തു വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു യുവതി ഒരു ബന്ധത്തിൽ നിന്ന് ഓടി സ്വന്തം വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ മറ്റേ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ആൾക്കാർ ചിന്തിച്ചു പോയില്ലേ? അത് അങ്ങനത്തെ ഒരു മീഡിയ മാനിപ്പുലേഷൻസ് നടത്തുമ്പോൾ അത് ബ്രേക്കായി. ഓക്കെ, അത് ബ്രേക്ക് ആകുമ്പോൾ പിന്നെ ഇങ്ങനത്തെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതൊന്നും അങ്ങോട്ട് സ്കൂട്ടാവാനേ നടക്കും പരിപാടികൾ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും എന്ത് ചെയ്യുക, ഇതൊന്നും സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കൊണ്ടുവരാതെ അത് ആരും അറിയാൻ പോകുന്നില്ല. അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യാതെ വേറെ ആളത് കണ്ടുപിടിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ആരും ഉണ്ടാക്കി വെക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചാരപ്രവൃത്തി ചെയ്യാൻ പാകത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ വലിയ സംഭവം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവമായിരിക്കണം. അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മളൊന്നും. നമ്മൾ തന്നെ എക്സ്പോസ് ചെയ്യുകയാണ് നമ്മളെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിൽ 100 കണക്കിന് ഓഡിറ്റ് വരും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് സാധനം മാനിപ്പുലേറ്റ് ചെയ്താലും ആ മാനിപ്പുലേറ്റ് ചെയ്ത സാധനത്തിന് ഒരു ദിവസം എന്താവും, ബ്രേക്ക് ആവും, അത് പൊട്ടും. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് ഓപ്പോസിറ്റുള്ള ആളെ കുരുക്കിലാക്കിയിട്ടും ആവരുത്. സ്വന്തം മുഖം രക്ഷിക്കാൻ ഓൾറെഡി വേറൊരാളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പിന്നെയും അയാളെ നെഞ്ഞത്ത് കയറി മൊങ്കാലുള്ള പരിപാടി കാണിക്കരുത്. ഓക്കെ.